യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായപ്പോൾ ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചു എന്നാണ്. കുംഭമേളയിൽ ഏകദേശം 64 കോടി. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് അസംബ്ലിയുടെ ഓട് പൊളിച്ചാണ്. അങ്ങനെയാണ് ചില മാധ്യമ പ്രവർത്തകരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. ഇപ്പോൾ കുംഭമേളയിൽ 64 കോടി ആളുകൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിലിരുന്ന് സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക പറയുന്നു അത് BJPയുടെ മേളയാണ്, BJPയുടെ ഹിന്ദുക്കളുടെ ആചാരമല്ല, BJPയുടെ ആചാരമാണ്, PR വർക്കാണ്, 100% സാക്ഷരതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുംഭമേളയ്ക്ക് പോയത് എന്നുള്ളത്. എൻ്റെ ഒരു സംശയം, സാറൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അതുകൊണ്ട് എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഈ മക്കയിലൊക്കെ ചെകുത്താനെ കല്ലെറിയാൻ വേണ്ടി ഇവിടെ നിന്ന് വിമാനം പിടിച്ച ആളുകൾ പോകുന്നുണ്ട് സർക്കാർ സബ്സിഡിയോടുകൂടി. അപ്പം അത് പ്രശ്നമല്ല. ഇവിടെ നിന്ന് മോദി വന്നപ്പോൾ നിർത്തലാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഗംഗയിൽ പോയി ആളുകൾ കുളിച്ചു. അതാണിപ്പോൾ ഈ കവർ സ്റ്റോറി പരിപാടിയുമായി വന്ന സിന്ധു സൂര്യകുമാർ എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് ഗംഗയിൽ കുളിക്കാതെ തന്നെ ചൊറിച്ചിലുണ്ടായത്. സിന്ധു സൂര്യകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തക എന്നല്ല പറയേണ്ടത്, അവർ ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഓരോ സ്ഥാപനത്തിനും ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്. ആ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കേണ്ട ആളാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പൂർണ്ണമായും സിന്ധു സൂര്യകുമാറിനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ സിന്ധു സൂര്യകുമാറിനെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം എന്നറിയാം, അത് സമർത്ഥയായ മാധ്യമ പ്രവർത്തകയാണ്. സ്വന്തം മുതലാളിയുടെ പണി കളയാൻ സാധിച്ചിട്ടുള്ള ഏക തൊഴിലാളി സിന്ധു സൂര്യകുമാറാണ്. കാരണം സ്വന്തം മുതലാളിയുടെ കേന്ദ്രമന്ത്രി എന്നൊരു പണിയുണ്ടായിരുന്നു, ആ പണി പോയി. എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് തോപ്പിച്ചു. അപ്പോൾ സാർത്ഥകമായ ഒരു ജന്മമാണ് സിന്ധു സൂര്യകുമാറിൻ്റെ. പണിയുന്നുണ്ടെങ്കിൽ അന്നദാതാവിനിട്ട് തന്നെ പണിയണം. ചിരിക്കാനല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും മുതലാളിക്കിട്ട് പണിതിട്ടും വീണ്ടും ആ കസേരയിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിലേറെ സുഹൃതം ചെയ്യണം. അങ്ങനത്തെ ഒരു സുഹൃതം കിട്ടിയ ജന്മമാണ് സിന്ധു സൂര്യകുമാർ. അതുകൊണ്ട് അവർക്ക് നമുക്ക് ആദരവെന്ന ഉദ്ദേശം. അപ്പോൾ അത് എനിക്കറിയാം, സൂര്യകുമാറിനെ എനിക്കറിയാവുന്ന, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ സംസാരിക്കാൻ കുറേ കാലം ഇപ്പോഴൊന്നുമല്ല, കുറേ കാലം മുമ്പ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സംസാരിക്കുകയാണോ മെസ്സേജ് അയക്കുകയാണോ എന്നറിയത്തില്ല. അത് എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ എന്തോ ഒരു ബന്ധമുണ്ട്, വീടോ ഭർത്താവിൻ്റെ വീടോ സ്വന്തം വീടോ മറ്റോ മൂവാറ്റുപുഴയിലാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ എനിക്കറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്, നല്ല മാധ്യമ പ്രവർത്തകയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ വളരെ ബയസ് ഉണ്ടാവും. സിന്ധു സൂര്യകുമാറിൻ്റെ മുഖമുദ്ര ഹിന്ദു വിരുദ്ധതയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തർക്കമുള്ള ഒരൊറ്റയാളും കേരളത്തിലുണ്ടാവില്ല. ഹിന്ദു വിരുദ്ധത മുന്നോട്ട് വെക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക അത് സിന്ധു സൂര്യകുമാറാണ്. അത് ഏഷ്യാനെറ്റിൻ്റെ പരിപാടികൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ABC ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾ പാർലമെൻറ്റിലേക്ക് പോയാൽ ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയും? അതായത് സ്വന്തം ചാനലിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മുതലാളി പാർലമെൻറ്റിൽ പോയാൽ ആരുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് ചോദിച്ച സിന്ധു സൂര്യകുമാറിൻ്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വീഡിയോ ചെയ്യേണ്ടി വന്ന നിർഭാഗ്യാവസ്ഥയിൽ നമ്മളെത്തി. കാരണം എന്നറിയാമോ, രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. ഇതേ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി സിന്ധു സൂര്യകുമാറിൻ്റെ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാം ചെയ്തു. കുറച്ച് പെണ്ണുങ്ങൾ, വോട്ടിന്മേൽ ഗേൾസ് എന്നോ മറ്റോ പറഞ്ഞ് പ്രോഗ്രാം ചെയ്തിട്ട് സുരേഷ് ഗോപിക്കെതിരെ ഡെലിബറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തു. ഈ പ്രോഗ്രാമിൽ ചെയ്തു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി മോദിയുടെ അപ്പന് പറയുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. മാത്രമല്ല, അവർ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പ്രമോ പോയത് മുഴുവൻ BJPക്കെതിരെയും മോദിക്കെതിരെയും പറയുന്ന ആളുകളെ മാത്രം വെച്ചൊരു പ്രമോ അവരെ എറിയുന്നു. ദേശീയതയ്ക്ക് ഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കോൺഗ്രസ് വന്നാൽ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും പാർലമെൻറ്റിൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ വെഞ്ചർ എന്ന് പറയുന്ന ജൂപ്പിറ്റർ വെഞ്ചർ ഹോൾഡിങ്സിൻ്റെ സ്ഥാപനമായ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ, ആ പാർട്ടിയുടെ നേതാവായ നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരന്തരം ക്യാമ്പയിൻ ചെയ്തു. അങ്ങനെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് 10,000 വോട്ടെങ്കിലും കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് കിട്ടാതിരിക്കാൻ കാരണം ഏഷ്യാനെറ്റാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഏഷ്യാനെറ്റിനാണ്. ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുതലാളിയുടെ പണി കളഞ്ഞിട്ട് വീണ്ടും ആ കസേരയിലിരിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. ലോകത്തൊരു സ്ഥാപനത്തിലും പറ്റില്ല.
അതിപ്പോൾ ഈ സിന്ധു സൂര്യകുമാറിനെയൊക്കെ കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പേടിച്ചു പോകുന്നതാണോ എന്നറിയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിനോട് എനിക്ക് സഹതാപമാണ്. അദ്ദേഹം ഇനി ചിലപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആൾ മിടുക്കനാണ്, നേതാക്കന്മാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഇപ്പോൾ ഈ അങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്നാൽ ചിലപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വരുത്താൻ കഴിയുമായിരിക്കും. പക്ഷേ കേരളത്തിലെ പാർട്ടിയെ നന്നാക്കാനല്ലേ അദ്ദേഹം വരുന്നത്? കേരളത്തിലെ പാർട്ടിയുടെ പുതിയ നേതൃത്വം ഏറ്റെടുത്ത് അദ്ദേഹം പ്രസിഡന്റ് ആയാൽ ഈ പാർട്ടിയെ മെച്ചപ്പെടുത്തണമെന്നുള്ള അതിനുള്ള പദ്ധതികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ അവമതിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം ചാനലിനെ നന്നാക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ കേരളത്തിലെ പാർട്ടിയെ നന്നാക്കാൻ കഴിയുമെന്ന് BJPയോട് അനുഭാവമുള്ള ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ ഈ വീഡിയോ കാണുമോ എന്നെനിക്കറിയില്ല. ആരെങ്കിലും അദ്ദേഹത്തോട് പറയുകയെങ്കിലും ചെയ്താൽ ഇതൊരു ആശങ്കയാണ്. ഈ ആശങ്കയ്ക്ക് അദ്ദേഹം എപ്പോഴെങ്കിലും മറുപടി പറയണം. അദ്ദേഹം കേരളത്തിലെ BJPയുടെ അധ്യക്ഷനാവുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ആ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തായാൽ, അദ്ദേഹം അധ്യക്ഷനായിട്ട് വന്നാൽ വിതിൻ 1 ഇയർ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏഷ്യാനെറ്റ് തെറിപ്പിച്ചോളും. ആ പണിയും സിന്ധു സൂര്യകുമാർ കളയും. അപ്പോൾ ഏതായാലും സിന്ധു സൂര്യകുമാർ ഇപ്പോൾ ഈ കവർ സ്റ്റോറിയുടെ പുതിയ എഡിഷനിലൂടെ ചെയ്തിരിക്കുന്നത് BJPക്കെതിരെയുള്ള ആക്രമണമല്ല. ധന്യ പറഞ്ഞതുപോലെ ഇപ്പോൾ ആളുകൾ മക്കയ്ക്ക് പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇത് നോമ്പ് കാലം അല്ലേ? ഈ നോമ്പെന്ന് പറയുന്നത് മനുഷ്യൻ ഈ ആളുകൾ നമ്മൾ രാവിലെ ചിലപ്പോൾ 11 മണിക്ക്, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒരു ലഘുഭക്ഷണം, രാത്രി ഘനഭക്ഷണം, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ നമ്മുടെ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചതാണ്. ആ ശീലം മാറിയാൽ നമുക്ക് എന്താവും? ചിലപ്പോൾ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവും, തലകറങ്ങും ചിലർക്ക്, അങ്ങനെ പല പ്രശ്നമുണ്ടാകും. നമ്മൾ കഴിച്ച് ശീലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുനിത വില്യംസ് ആകാശത്താണ്, സ്പേസിലാണ്, കൃത്യസമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല. അവരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടില്ല, ആകെ എല്ലും തോലും വാങ്ങി മെലിഞ്ഞിരിക്കുന്ന ചിത്രമാണ് വരുന്നത്. പക്ഷേ അവർ മനുഷ്യന് ആവശ്യമായ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ടാബ്ലറ്റായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് ആഹാരം വേണം. ഇപ്പോൾ നോക്കൂ, കൃത്യസമയത്ത് 3-4 നേരമൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആഹാരം കഴിക്കുന്നില്ല. നോമ്പുകാലമാണ്. അത് വയറിൻ്റെ വല്ലാതെ ബാധിക്കും. അൾസർ ഉണ്ടാവാം, ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം, തലകറങ്ങി വീഴാം, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ലോ ഷുഗർ ഉണ്ടാവാം. പിന്നെ ഇപ്പം കടുത്ത വേനലായി, നമ്മുടെ എറണാകുളത്ത് പോലും 30-38 ഡിഗ്രി വരെയൊക്കെ ചൂടായി അല്ലേ? വെള്ളം കുടിച്ചില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല നോയമ്പ് കാലത്ത്, റംസാൻ കാലത്ത്. ആ വെള്ളം കുടിക്കാതിരുന്നാൽ മൂത്രത്തിൽ പഴുപ്പ് അല്ലേ ഉണ്ടാവാം, ഗുരുതരമായ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു പ്രശ്നമല്ലേ? സിന്ധു സൂര്യകുമാറിൻ്റെ ഏഷ്യാനെറ്റ് ഈ നോമ്പ് കാലത്ത് ആഹാരം, അതും കടുത്ത ചൂടുള്ള ഈ കാലത്ത് വെള്ളം പോലും കുടിക്കാതിരിക്കുന്നത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ കവർ സ്റ്റോറി ചെയ്യുക ഇല്ല. കാരണം അത് ചെയ്യാൻ പറ്റില്ല. അത് മുസ്ലിങ്ങളുടെ കാര്യമല്ലേ, അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ധന്യ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇതിനകത്ത് സിന്ധു സൂര്യകുമാറിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു. പ്രഭാഷണം എന്ന് പറയാൻ എനിക്കിഷ്ടം. പ്രഭാഷണത്തിൽ പറയുന്നത് വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത്, സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് ഒക്കെ നിൽക്കുന്ന മലയാളികൾ കുംഭമേളയ്ക്ക് പോയത് കൊണ്ടാണ് ഈ ചങ്ങായിക്ക് എന്തോ ഒരു പ്രശ്നം. വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇതേ കേരളത്തിൽ നിന്ന് വിമാനം പിടിച്ച് ചെകുത്താനെ കല്ലെറിയാൻ പോകുന്നത് സിന്ധു സൂര്യകുമാർ കാണത്തില്ല. അത് മലയാളിയുടെ സംസ്കാരത്തിന് കുഴപ്പമാണെന്ന് പറയത്തില്ല. അങ്ങനെ ചെകുത്താനെ കല്ലെറിയാൻ പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നത് എന്നൊന്ന് പറഞ്ഞു വെക്കാൻ സിന്ധു സൂര്യകുമാർ 7 ജന്മം ജനിക്കണം. അങ്ങനെ ആളുകൾ മക്കയെ പോകുന്നതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ സിന്ധു സൂര്യകുമാറിന് അതേ പാരാമീറ്റർ വെച്ചാൽ ആളുകൾ കുംഭമേളയ്ക്ക് പോകുന്നതുകൊണ്ട് BJP ശക്തിപ്പെടുമെങ്കിൽ ആളുകൾ മക്കയ്ക്ക് പോയാൽ SDPI ശക്തിപ്പെടണം, പോപ്പുലർ ഫ്രണ്ട് ശക്തിപ്പെടണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശക്തിപ്പെടണം. അതാണെന്ന് പറയാൻ സിന്ധു സൂര്യകുമാർ 7 അല്ല 70 ജന്മം ജനിക്കണം. അപ്പോൾ സിന്ധു സൂര്യകുമാർ ഇത്തവണ മെക്കിട്ട് കയറിയിരിക്കുന്നത് BJPയുടെ മുതുകത്തല്ല. അഭിമന്യു പറഞ്ഞ പോലെ RSS എന്ന് പറഞ്ഞ് ഇവർ ഹിന്ദുക്കൾക്കിട്ട് നന്നായി താങ്ങുന്നുണ്ട് എന്ന് അഭിമന്യു ഒരു പോസ്റ്റ് ഇട്ടല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷമാണ് അഭിമന്യുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഈ സഖാപ്പികൾ, സഖാക്കന്മാരും സുഡാപ്പികളും ചേർന്നിട്ടുള്ളതാണ് സഖാപ്പികൾ എറണാകുളത്ത് മഹാരാജാസ് വെച്ച് കുത്തിക്കൊന്നത് എന്ന് പറയുന്നത് പോലെ BJPയുടെ പേര് പറഞ്ഞ് സിന്ധു സൂര്യകുമാർ നന്നായിട്ട് താങ്ങുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കെതിരെയാണ്. അങ്ങനെയാണെങ്കിൽ സിന്ധു സൂര്യകുമാറെ, പ്രിയപ്പെട്ട സുഹൃത്തെ, മാധ്യമ പ്രവർത്തകെ, സഹജീവി, അങ്ങനെ വിളിക്കാമല്ലോ, നമ്മൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരാണ്, സഹജീവി, ഒരു ചോദ്യമുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നത് നിങ്ങളുടെ ചാനലിൽ ലൈവ് കാണിക്കുന്നില്ലേ? ശബരിമല ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നില്ല എന്ന് സിന്ധു സൂര്യകുമാർ ഇപ്പോൾ ചോദിക്കുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞാൽ ചോദിക്കുമായിരിക്കും. കാരണം 10 വർഷം കഴിയുമ്പോൾ നമ്മളുടെ ആളുകളുടെ എണ്ണം കുറേ കൂടും. അപ്പോൾ സിന്ധു സൂര്യകുമാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ട്, സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത
പറ്റെ അടച്ചു കളയാനുള്ള പണിയാണ് സിന്ധു സൂര്യകുമാർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ ചാനൽ BJP വിരുദ്ധ ചാനലല്ല, സനാതനധർമ്മത്തിനെതിരായ, ഹിന്ദുക്കൾക്കെതിരായ ഒരു ചാനലാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഇത് മാത്രമല്ല, മുൻഷി എന്നൊരു പ്രോഗ്രാം അവർ ചെയ്തു. ഇതിനേക്കാളും ഭീകരമായിരുന്നു. ഇതിനേക്കാളും ഭീകരമായ ആക്ഷേപം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് മുൻഷി മിനിഞ്ഞാന്ന് രാവിലെ ചെയ്തത്. എന്തിനെ ആക്ഷേപിച്ച്? കുംഭമേളയെ. ഇന്ത്യയിലെ ഹിന്ദുക്കൾ കുംഭമേളയ്ക്ക് പോയി പ്രാർത്ഥിച്ചാൽ തിരുവനന്തപുരത്തോ മൂവാറ്റുപുഴയിലോ എവിടെ ഇരിക്കുകയോ വീടുള്ള സിന്ധു സൂര്യകുമാറിൻ്റെ എന്താണ്? സിന്ധു സൂര്യകുമാറിനെ എങ്ങനെ ബാധിക്കുന്നു? കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും നിരീശ്വരവാദികളാക്കിയേക്കാം, ഏത്തിസ്റ്റുകളാക്കി മാറ്റിയേക്കാം, അല്ലെങ്കിൽ മാർഗം കൂടിച്ചേക്കാം, സുന്നത്ത് ജയിച്ചേക്കാമെന്ന് സിന്ധു സൂര്യകുമാർ ആരുടെയിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യം സ്വന്തം വീട്ടിൽ നടപ്പാക്കിയാൽ മതി. അല്ലാതെ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടി സിന്ധു സൂര്യകുമാറൊക്കെ രംഗത്തിറങ്ങിയാൽ ഒരു സംശയവുമില്ല, അനധിവിദൂരമായ ഒരു ദിവസം ഹിന്ദുക്കളാകെ ഏഷ്യാനെറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നൊരു ദിവസം ഉണ്ടാവും. കാരണം ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളെയാണ്. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് കുംഭമേളയ്ക്ക് പോയാൽ അവർ പോവരുതെന്ന് പറയാൻ, മലയാളികൾ പോകരുതെന്ന് പറയാൻ സിന്ധു സൂര്യകുമാർ ആരാണെന്നേ? സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞ് PC ജോർജിനെ യൂത്ത് ലീഗ് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഓടിയതുപോലെ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു സൂര്യകുമാർ ജയിലിലേക്ക് പോകും. തീർച്ചയായും കൊടുക്കാവുന്നതാണ്. അതിന് ആരെങ്കിലും തയ്യാറാവണം. കാരണം സിന്ധു സൂര്യകുമാർ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവും സാംസ്കാരിക രംഗത്തും മെച്ചവും സാക്ഷരതയും ഒക്കെ ഉള്ള ആളുകൾ കുംഭമേളയ്ക്ക് പോകുന്നു മഹാ തെറ്റാണെന്ന് പറഞ്ഞ് കുംഭമേളയും ഹിന്ദുമത വിശ്വാസികളെയും ആക്ഷേപിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ PC ജോർജിൻ്റെ കേസിൽ മതസ്പർദ്ധയൊന്നുമില്ല. ഇതിനും അങ്ങനെ വലിയ മതസ്പർദ്ധയൊന്നുമില്ല സിന്ധു സൂര്യകുമാർ പറഞ്ഞത്. പക്ഷേ ഒരു മതത്തെ ആക്ഷേപിക്കുന്നുണ്ട്, മതത്തെ നിന്ദിച്ചു, മതത്തെ വിമർശിച്ചു. മതത്തെ വിമർശിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും സിന്ധു സൂര്യകുമാറിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കേസിനുള്ള ഗ്രൗണ്ട്സ് ഒന്നും ഞാൻ കാണുന്നില്ല. എന്നാലും ഒരു കേസ് കൊടുക്കണം. കേസ് കൊടുത്താലുണ്ടല്ലോ, പക്ഷേ കേസെടുക്കത്തില്ല. പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ മാത്രമേ കേസെടുക്കുള്ളൂ. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കെതിരെ എന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള ജീവികൾക്ക്, മാധ്യമ ജീവികൾക്ക് അതൊരു വിഷയമല്ല, വാർത്തയല്ല, ഒന്നുമല്ല. പക്ഷെ എന്നാലും സിന്ധു സൂര്യകുമാറിനെതിരെ പറ്റുമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഒരു കേസെങ്കിലും കൊടുക്കണം. ഏഷ്യാനെറ്റ് എന്തായി അല്ല, ഈ ഹിന്ദു വിരുദ്ധ അജണ്ട ആയിക്കോട്ടെ. ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോഴത്തെ അജണ്ട എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അങ്ങനെ ഹിന്ദു വിരുദ്ധത, ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിച്ച് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള പോളിസിയുള്ള മാധ്യമമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ മുതലാളി ചിലപ്പോൾ കേരളത്തിലെ BJPയുടെ പ്രസിഡൻ്റായി വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത അട്ടിമറിക്കണം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അവരുടെ മുതലാളിക്ക് ഇപ്പോൾ പുള്ളി BJPയിലെ ഒരു സാധാ മെമ്പർ മാത്രമാണ്, അല്ലേ, BJP അംഗം മാത്രമാണ്. അങ്ങനെ പുള്ളി തേരാപ്പാര നടക്കുന്നതാണ് അവർക്ക് താല്പര്യം. ഈ പുള്ളിക്ക് ഒരു BJP അധ്യക്ഷ സ്ഥാനം കിട്ടരുത്, കേന്ദ്ര സർക്കാരിലൊരു സ്ഥാനം കിട്ടരുത്. ഈ പുള്ളിക്കാർ, ഇവരുടെ മുതലാളി ഒരു കാരണവശാലും ഗുണം പിടിക്കാതെ മുടിഞ്ഞു പണ്ടാറടങ്ങിപ്പോണം എന്നാഗ്രഹിക്കുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ മനസ്സാണ് ഈ വീഡിയോയ്ക്ക് മുന്നിലുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖരനും മാത്രം ഇത് മനസ്സിലാവത്തില്ല. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളെ സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കിയിട്ടില്ല. ഹിന്ദു ചിലപ്പോൾ ഉടനെ പ്രതികരിച്ചൊന്നും വരത്തില്ല. പക്ഷേ ഒരവസരം വരും. അവസരം വരുമ്പോൾ ഹിന്ദുവിൻ്റെ തീരുമാനം എന്താണെന്ന് സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കും. സിന്ധു കരുതുന്നത് പോലെയല്ല ഹിന്ദു.